ഇന്ത്യയുടെ പ്രഹര ഒരു മുന്നറിയിപ്പാണ്. അൽ ഖ്വയ്ദ, ISIS തുടങ്ങിയ ആഗോള ഭീകര സംഘടനകൾക്കുള്ള മുന്നറിയിപ്പ്. ഭീഷണിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലഘട്ടത്തിലും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നീക്കങ്ങൾ ഇതുവരെ ശക്തമായിരുന്നു. എന്നാൽ അത് ഇത്രയും പോരാ, ഇനിയും കൂടുതൽ ശക്തമാക്കേണ്ടതാണ് എന്ന ഇന്ത്യയുടെ തീരുമാനമാണ് പ്രഹാർ. പ്രഹാർ എന്ന പേരിൽ ഭാരതത്തിന്റെ സമഗ്ര ഭീകരവിരുദ്ധ നയത്തിനാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. ഭരണഘടനയുടെയും നിയമത്തിന്റെയും ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഭീകരവാദികളെ തുറുങ്കിലടയ്ക്കാനും ഭീകര സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്ന ശൃംഖലകളെ കണ്ടെത്തി തകർക്കാനും അവർക്ക് ഒത്താശ ചെയ്യുന്നവരെ തുരത്താനുമുള്ള പ്രഖ്യാപനങ്ങളാണ് 9 പേജുള്ള പ്രഹാർ നയരേഖയിലുള്ളത്. ഭീകരാക്രമണങ്ങൾ നടന്നതിന് ശേഷം മാത്രം പ്രതികരിക്കുന്നതായിരുന്നു പഴയ ശൈലി. എന്നാൽ ഇനി അത് അങ്ങനെയല്ല. സുരക്ഷാ സംവിധാനങ്ങളെ ഒറ്റക്കുടക്കീഴിൽ ഏകോപിപ്പിച്ച് ശക്തമായ സുരക്ഷാ ഇടപെടലുകൾക്ക് മുൻകൂട്ടി രൂപം നൽകുന്ന സംവിധാന മാറ്റമായി പുതിയ നയത്തെ കാണാം. ഭീകരതയ്ക്കെതിരെയുള്ള 7 വ്യത്യസ്ത തൂണുകളാണ് ഈ നയം മുന്നോട്ട് വയ്ക്കുന്നത്. 1 പ്രിവെൻഷൻ അഥവാ പ്രതിരോധം. ഭാരത പൗരന്മാരെയും രാജ്യ താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനും ഭീകരാക്രമണങ്ങൾ മുൻകൂട്ടി കണ്ട് തടയുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് ഏജൻസികളുടെ ഏകോപന പ്രവർത്തനങ്ങൾ സജീവമാക്കും. ഭീകരവാദ സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, പ്രചാരണം, ആശയവിനിമയം എന്നിവയ്ക്കായി ഭീകരവാദികൾ ഇന്റർനെറ്റ് ദുരുപയോഗം ചെയ്യുന്നത് മുൻകൂട്ടി കണ്ട് തടയും. ഓവർഗ്രൗണ്ട് വർക്കർ പിന്തുണാ ശൃംഖലകൾ പൊളിക്കുകയും നിയമവിരുദ്ധ ആയുധ സംഘങ്ങളും ഭീകരവാദ ഗ്രൂപ്പുകളും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ നിയമപരമായി ഏകോപിത പ്രവർത്തനങ്ങളിലൂടെ നേരിടുകയും ചെയ്യും. അതിർത്തി കാവൽ സേനകളും ഇമിഗ്രേഷൻ അധികാരികളും കര, വ്യോമ, സമുദ്ര മേഖലകളിലുടനീളമുള്ള ഭീഷണികളെ നേരിടാൻ സാങ്കേതിക വിദ്യകൾ വിന്യസിപ്പിച്ച് സംയുക്തമായി പ്രതിരോധിക്കും. ഇതോടൊപ്പം തന്നെ വൈദ്യുതി, റെയിൽവേ, വ്യോമയാനം, തുറമുഖങ്ങൾ, ബഹിരാകാശം, ആണവോർജ്ജ മേഖലകൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന മേഖലകളുടെ സംരക്ഷണവും പ്രതിരോധത്തിന്റെ ഭാഗമായി ശക്തിപ്പെടുത്തും. 2 പ്രതികരണം അഥവാ റെസ്പോൺസസ്. ഭീഷണികൾക്ക് വളരെ വേഗത്തിലുള്ള ആനുപാതികവുമായ പ്രതികരണങ്ങളും ഒപ്പം തിരിച്ചടിയും. പ്രതികരണത്തിന്റെ പ്രാഥമിക തലങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് പ്രാദേശിക പോലീസാണ്. അതേസമയം കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നോഡൽ ദേശീയ ഏജൻസിയായി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് പ്രവർത്തിക്കുന്നു. പ്രതികരണ നടപടികൾക്ക് ഉന്നത ഇടപെടൽ നടത്താനും സംസ്ഥാന യൂണിറ്റുകൾക്ക് ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള സംരംഭങ്ങൾക്ക് NSD നേതൃത്വം നൽകും. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം മൾട്ടി ഏജൻസി സെന്റർ ഇതിലൂടെ പ്രതികരണ ഏകോപനം സുഗമമാക്കും. 3 അഗ്രിഗേറ്റിംഗ്, അതായത് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുക, സംയോജിപ്പിക്കുക, ആഭ്യന്തര സുരക്ഷാ ശേഷി കൂട്ടുക. ഇത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഭീകരതയ്ക്കെതിരെയുള്ള സംയുക്തമായ നീക്കമാണ്. ഇന്ത്യയുടെ സുരക്ഷാ മേഖലകളിൽ ഉടനീളമുള്ള സമീകരണത്തിലും ആധുനികവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആഗോളതലത്തിലുള്ള മികച്ച പരിശീലന ഫാക്കൽറ്റികളെ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനോടൊപ്പം നൂതന ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും തുടർച്ചയായ ഏറ്റെടുക്കലും ലക്ഷ്യം വെക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകൃത ഭീകരവിരുദ്ധ സംഘടനകളുടെ പരസ്പരം സഹകരിച്ചുള്ള പ്രവർത്തനവും നയവും ഉറപ്പാക്കുന്നു. 4 ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളും നിയമവാഴ്ചകളും ഉയർത്തിപ്പിടിച്ചുള്ള ഭീകരവിരുദ്ധ പോരാട്ടം. നിയമപരമായ ചട്ടക്കൂടുകളിൽ നിന്നുള്ള മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണമാണ് നയത്തിൽ സൂചിപ്പിക്കുന്നത്. പൗരന്മാർക്ക് നീതി ഉറപ്പാക്കുന്ന ഭീകരവിരുദ്ധ ചട്ടക്കൂടിനോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത നയത്തിൽ അടിവരയിടുന്നു. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം, സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള രാജ്യാന്തര ഉടമ്പടികൾ, ഇതിനെ മൗലിക അവകാശങ്ങളായി നയത്തിൽ സന്തുലിതമാക്കപ്പെടും. മനുഷ്യാവകാശങ്ങളുടെ ദുരുപയോഗം അത് തടയുന്നതിനായി ജില്ലാ കോടതികൾ മുതൽ സുപ്രീം കോടതി വരെയുള്ള ശക്തമായ ബഹുതല ജുഡീഷ്യൽ പരിഹാര സംവിധാനത്തെ ഈ നയം പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു. 5 തീവ്രവാദവൽക്കരണത്തെ നേരിടൽ. തീവ്രവാദത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന സാഹചര്യങ്ങളെയും മസ്തിഷ്ക പ്രക്ഷാളനങ്ങളെയും ഇല്ലാതാക്കാനും നയത്തിൽ വ്യക്തമായ നടപടികളുണ്ട്. ഭീകരവാദ അനുകൂല സാഹചര്യങ്ങൾ ലഘൂകരിച്ച് ശക്തമായ സുരക്ഷയ്ക്ക് അനുബന്ധമായി സോഫ്റ്റ് പവർ സമീപനത്തിലാണ് നയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭീകരവാദത്തെ ചെറുക്കുന്നതിന് മതസമുദായ നേതാക്കൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരടങ്ങുന്ന മൾട്ടി സ്റ്റേറ്റ് ഗോൾഡൻ ഡി റാഡിക്കലൈസേഷനും നയത്തിലുണ്ട്. ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾക്ക് നയം ശുപാർശ ചെയ്യുന്നതിനോടൊപ്പം ഭീകരവാദ സംഘങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ തടയുന്നതിനായി സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണവും ലക്ഷ്യം വെക്കുന്നു. അതിനുശേഷം വരുന്നത് അലൈനിങ്, അന്തർദേശീയ സഹകരണം. തീവ്രവാദത്തെ ചെറുക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുണ്ടല്ലോ, ഇതിനെ നയം പിന്തുണയ്ക്കും. അതിനോടൊപ്പം രാജ്യാന്തര തലത്തിൽ ഭീകരവാദത്തിനെതിരെ അഭിപ്രായ രൂപീകരണവും ലക്ഷ്യം വെക്കുന്നു. ബഹുതല നയതന്ത്രപരവും നിയമപരവുമായ തന്ത്രങ്ങളുടെ ഭീകരതയുടെ അന്തർദേശീയ സ്വഭാവം നയം വിശദീകരിക്കുന്നു. സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെ രാജ്യാന്തര തലത്തിൽ തെളിവുകൾ പങ്കിടും എന്നും ഭീകരപ്രവർത്തനത്തിന് ശേഷം രാജ്യാതിർത്തി വിട്ട് ഒളിച്ചോടി എത്തുന്നവർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നതിനെ നേരിടുമെന്നും നയം വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു കവചമായി പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് പ്രഹാർ.
അതിൻ്റെ കൂടെ ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ റിക്കവറി, വീണ്ടെടുക്കൽ. ഭീകരാക്രമണങ്ങളെ സമൂഹത്തിന്റെ ഒന്നാകെ സഹകരണത്തിലും പങ്കാളിത്തത്തിലും അതിവേഗത്തിൽ അതിജീവിക്കാനും തിരിച്ചുവരവിലൂടെ വീണ്ടെടുക്കാനും നയം നിർദ്ദേശിക്കുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ നേതൃത്വത്തിൽ അതിവേഗത്തിലുള്ള സമാധാന പുനഃസ്ഥാപനവും സുരക്ഷാ നടപടികളും ശക്തിപ്പെടുത്തും. ഭീകരത മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾക്കെതിരെ ദീർഘകാല മാനസികവും ശാരീരികവുമായ പ്രതിരോധം കെട്ടിപ്പടുക്കുന്നതിനും നയം ലക്ഷ്യമിടുന്നു. മാർഗനിർദ്ദേശങ്ങൾ ഭീകരതയെ സീറോ ടോളറൻസ് എന്നാണ് നയരേഖയിൽ സൂചിപ്പിക്കുന്നത്. ഒട്ടും സഹിക്കില്ലാത്ത തരത്തിൽ കർശന നിലപാട് അഥവാ ഒരു പിഴവ് പോലും അനുവദിക്കില്ല എന്നും ഭീകരവാദികൾക്ക് കഠിന ശിക്ഷ നൽകുമെന്നും നയം വ്യക്തമാക്കുന്നു. രാജ്യാന്തര മതഭീകര സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നത് കേന്ദ്ര സർക്കാരും ഒപ്പം UN പുറത്തുവിട്ടിട്ടുള്ള രേഖകളിലുള്ള സംഗതികളാണ്. അൽ-ഖ്വയ്ദ, IS എന്നിവ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പഞ്ചാബിലും ജമ്മു കാശ്മീരിലും ആക്രമണങ്ങൾക്കായി ഡ്രോണുകളും നൂതന സാങ്കേതിക വിദ്യകളും ഇക്കൂട്ടർ ഉപയോഗിക്കുന്നു. അയൽ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘങ്ങൾ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട്മെന്റിന് ക്രിമിനൽ ശൃംഖലകളുമായി സഹകരിക്കുന്നത് വർദ്ധിച്ചു വരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവയെ നേരിടാനുള്ള നയവും തന്ത്രവും എന്നെയാണ് കേന്ദ്ര സർക്കാരിനെ നിർബന്ധമാക്കിയത്. അതിഥി തൊഴിലാളികൾ മറവിൽ കേരളത്തിൽ എത്തിയിരിക്കുന്ന റോഹിംഗ്യകളും ബംഗ്ലാദേശികളും എത്രയെന്നോ എവിടെയെന്നോ സർക്കാരിന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥ നാം നേരിടുന്നുണ്ട്. 2029 ഭീകരവാദത്തെ രാജ്യത്ത് നിന്ന് പിഴുതെറിയുമെന്ന പ്രഖ്യാപനമാണ് പ്രഹാറിൽ നിറയുന്നത്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ ശക്തി പ്രാപിച്ച ഭീകരവാദ സംഘങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെ ഇന്ത്യ നേരിടുന്നുണ്ട്. സിറിയ, ലിബിയ, ഇറാഖ്, സുഡാൻ, നൈജീരിയ, എത്യോപ്യ ഉൾപ്പെടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജനങ്ങളെ മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കുന്ന ഭീകരവാദികളുടെ പിന്തുണക്കാരും വേരുകളും ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്നതായിട്ടാണ് സംശയം. കാനഡയിലിരുന്ന് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദവും ശ്രീലങ്കയിൽ രൂപം കൊള്ളുന്ന ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളും ഭാരത മണ്ണിൽ വലിയ ഭവിഷ്യത്തുകൾ സൃഷ്ടിച്ചേക്കാം. ബഹുസ്വര സമൂഹത്തിന്റെ ഉള്ളറകളിലേക്ക് സ്നേഹത്തിന്റെ രൂപത്തിൽ കടന്നുവരുന്ന ഭീകരത മറനീക്കി പുറത്തുവന്ന മതരാഷ്ട്ര നിർമ്മിതിയുടെ വിഷം ചീറ്റുമ്പോൾ നിഷ്ക്രിയരായി നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടു ചെറുക്കാൻ പ്രഹാറിലൂടെ സാധിക്കണം എന്ന് തന്നെയാണ് രാജ്യം കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.